2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുമെന്ന് ബിജെപി ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ.പി. നദ്ദ. മോദി സർക്കാരിന് കീഴിൽ വൈകാതെ തന്നെ ഭാരതം ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകും. വികസന രാഷ്ട്രീയമാണ് മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ബിജെപി സംഘടിപ്പിച്ച പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു ജെ.പി. നദ്ദ. പാലക്കാട് മോദി സർക്കാർ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി അനുവദിച്ചതിന് പിന്നാലെയാണ് ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ.പി. നദ്ദ ജില്ലയിലെ വ്യവസായികളും പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തിയത്. നഗരത്തിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ മോദി സർക്കാരിന്റെ വികസന സങ്കല്പം അദ്ദേഹം പങ്കുവച്ചു. 2047 ഇന്ത്യ വികസിത രാഷ്ട്രമാവും. നിലവിൽ ലോകത്തെ മൂന്നാം സാമ്പത്തിക ശക്തിയാവാനുള്ള കുതിച്ചുചാട്ടത്തിലാണ്. വികസന രാഷ്ട്രീയമാണ് മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. Kerala, which was known for development, Kerala, which is known for education, now Kerala is becoming a land of violence. Kerala is becoming a land of corruption. The political leaders have lost their moral validity. All are under the shade of corruption. And corruption to the tune of multi-crore scams, land scam, loan scam. If I talk about the cooperative scams, the misappropriation in Karuvannur Bank, misappropriation to the tune of 300 crores. If I talk about the Malyapura Service Cooperative Bank, the loss is about 83 crores. The same way, if I talk about gold smuggling, now CM's office close aides are involved. Few stayed for few months in jail. No shame. No shame. The Chief Minister का office है क्या? Right and left in jail. Chief Minister outside. You can understand. The heat of this gold scam reaches the office of Chief Minister. 2014 ശേഷം ഭാരതത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം തന്നെ മാറിയെന്നും ഒന്നാം മോദി സർക്കാരും രണ്ടാം മോദി സർക്കാരും നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി ചൂണ്ടിക്കാട്ടി അദ്ദേഹം പൗരപ്രമുഖരുമായി സംസാരിച്ചു. അതേസമയം കഞ്ചിക്കോട് വ്യവസായ മേഖലയ്ക്ക് വേണ്ട ആവശ്യങ്ങളും ജില്ലയിൽ എയിംസ് ഉൾപ്പെടെ വേണമെന്ന ആവശ്യവും പൗരപ്രമുഖരും വ്യവസായികളും അദ്ദേഹത്തിന്റെ മുൻപിൽ വെച്ചു. ജനം, പാലക്കാട്.